കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗറാണ് ഷുഗർ കെയിൻ്റെ, അതുപോലെ തന്നെ ബീറ്റ് ഷുഗറിൻ്റെ, പിന്നെ കോൺ സിറപ്പ്. അത് കൂടാതെയുള്ള ഐറ്റംസുകളാണ് അഗാവ് സിറപ്പ് ഉണ്ട്, കോക്കനട്ട് ഷുഗർ ഉണ്ട്, ഡേറ്റ് ഷുഗർ ഉണ്ട്, ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, പിന്നെ ഹണി ഉണ്ട്, മാപ്പിൾ സിറപ്പ് ഉണ്ട്, റൈസ് സിറപ്പ് ഉണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാത്ത ഒരു ഐറ്റമാണ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ളത്, പഞ്ചസാര. അപ്പോൾ ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത് റിയാലിറ്റി ആണോ മൈത്താണോ എന്നറിയില്ല. ഫസ്റ്റ് ഒരു നമ്മളെ മുന്തിരി, ഇരപ്പക്കാതൽ, ഇരട്ടിമധുരം, ലന്തപ്പഴം, താളിമാതളപ്പഴം എന്നുള്ള ഈ പഴങ്ങളൊക്കെ കൂട്ടി അരച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു രാത്രി മുഴുവൻ വെച്ച ശേഷം അതിൻ്റെ സാരം കരട് കളഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു പാനീയമായിരുന്നു പഞ്ചസാര എന്നാണ് ഫസ്റ്റ് പറഞ്ഞു കേട്ടോ. പിന്നെ പിന്നെ പിൽക്കാലത്ത് അത് നമ്മളെ ഷുഗർ കെയിന് നമ്മളെ കരിമ്പ് മാറ്റിയെന്ന് പറയപ്പെടുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഒരു 100% 80% ഷുഗർ കെയിനും പിന്നെ 20% ബീറ്റ് ഷുഗർ. പിന്നെ കോൺ സിറപ്പാണ് വരുന്നത്. ക്രിസ്റ്റൽ രൂപത്തിലല്ല, സിറപ്പ് ആയതുകൊണ്ട് പിന്നെ കോമൺ ആയിട്ട് അധികം ആൾക്കാർ ഉപയോഗിക്കാത്ത റേറ്റാണ്. പിന്നെ ഈ കാണുന്നതാണ് ബീറ്റ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തണുപ്പ് പ്രദേശങ്ങളിലാണ്. നമ്മളെ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കപ്പെടുന്നത് കേട്ടോ. പിന്നെ നമ്മളെ ഇന്ത്യയിലാണ് ഫസ്റ്റ് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഇന്ത്യ ഉണ്ട്, അതേമാതിരി തായ്വാന്, ചൈന, പിന്നെ USA അങ്ങനെയുള്ള കൺട്രീസൊക്കെ ഇത് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കെമിക്കൽ പേരാണ് C12H22O11 എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പഞ്ചസാര വെളുത്ത രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെയിൻ ഐറ്റാണ് സുക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൽ സാച്ചറിൻ, സൾഫർ ഡയോക്സൈഡ്, മെത്തിൽ, എത്തിൽ ആൽക്കഹോളിക്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബെൻസിൻ, അസറ്റിക് ആസിഡ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ക്രൈറ്റീരിയ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഷുഗർ കയ്യിൽ കിട്ടുന്നത്. ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ വാഷിംഗ് ഉണ്ട്, പിന്നെ ജ്യൂസ് എക്സ്ട്രാക്ഷൻ ഉണ്ടാവും, ജ്യൂസ് പ്യൂരിഫിക്കേഷൻ ഉണ്ടാവും, പിന്നെ ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, പിന്നെ സെൻട്രിഫിക്കേഷൻ ഉണ്ട്, പിന്നെ ഡ്രൈയിങ് ആൻഡ് പാക്കിംഗ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ കൈക്ക് ഇത് കിട്ടുന്നത്.